സാർ നമസ്കാരം. നമസ്കാരം. നമ്മൾ വാർത്തയിലേക്ക് കടക്കും മുമ്പ് ഞാനൊരു FB കുറിപ്പ് ഒന്ന് വായിക്കട്ടെ സാറിൻ്റെ അനുവാദത്തോടുകൂടി. ജിൻഡോ ജോണിൻ്റെ FB കുറിപ്പാണ്. രക്തം വിയർത്ത് പണിയെടുത്ത പോലീസിൻ്റെയും CPMൻ്റെയും തിണ്ണമിടുക്കിന് നേരിട്ട 10 വർഷക്കാലം പ്രയാസപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യർ പെരുവഴിയിൽ പൊരിവെയിലത്ത് വിയർത്തൊലിക്കുമ്പോൾ റിനി ആൻഡ് ജോർജുമാർക്ക് വേദിയിലെത്തി സെൽഫി ഒപ്പിക്കാൻ സൗകര്യം കിട്ടുന്നെങ്കിൽ അതിലൊരു കുറവുണ്ട്. ഇക്കാലം അത്രയും പിണറായിയുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ശ്രേഷ്ഠ ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവയ്ക്ക് മുൻനിരയിൽ ഇടം കിട്ടുന്നുണ്ടെങ്കിൽ അതിലും ഒരു കുഴപ്പമുണ്ട്. അവരും വന്നോട്ടെ, പക്ഷേ അവരെക്കാൾ മുന്നേ സ്വീകരിക്കപ്പെടേണ്ട കുറേ ആയിരങ്ങൾ ഉണ്ടെന്ന് നേരത്തെ തന്നെ തിരിച്ചറിയുക എന്നതും ഒരു കോൺഗ്രസ് രീതിയായിരിക്കണം. അവതാരങ്ങളെയും ഇതുവരെ കാണാത്ത സ്വന്തങ്ങളെയും പ്രതിസന്ധിയിൽ കൂടെ ഇറങ്ങാതെ മാറി നിന്ന് വിമർശിച്ച് നിഷ്പക്ഷത അഭിനയിച്ചവരെയും താങ്ങാനുള്ള മനോവലിപ്പം ഇതുവരെ ആയിട്ടില്ല. ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി തൊട്ട് തീണ്ടാത്ത റിപ്പോർട്ടുകളോടും അസത്യ പ്രസ്താവനകളിലൂടെ പിണറായിയെ വെളുപ്പിച്ച കുറേയധികം മാധ്യമ സഖാക്കളും ഒറ്റ ദിവസം കണ്ടും മറുകണ്ഠം ചാടുന്നത് നന്നാക്കാനാകുമോ? നടുക്കണ്ടം വീതിക്കാനാകുമോ? തിരുത്തപ്പെടേണ്ടത് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്തേണ്ടതുണ്ടെന്ന് പറയാനും മടിയില്ല. ഇത് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോണിൻ്റെ ഒരു FB കുറിപ്പാണ്. മുഖ്യമന്ത്രി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത വേദിയിൽ ജിൻഡോ ജോൺ സത്യപ്രതിജ്ഞ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും സദസ്സിലായിരുന്നു ഇടം. എന്നാൽ ചില അനുചിതങ്ങളായ മുഖങ്ങൾ, അതായത് കോൺഗ്രസിനെ പല സന്ദർഭങ്ങളിലും വെട്ടിലാക്കിയ പല ആളുകൾ VD സതീശൻ എന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും മുൻനിരയിൽ ഇടം പിടിച്ചിരിക്കാനുമെല്ലാം വലിയ വലിയ സാഹസങ്ങൾ നടത്തുന്നത് കണ്ടു. അതായിക്കോട്ടെ, അതിലെനിക്ക് പരാതിയില്ല. പക്ഷേ കോൺഗ്രസിന് വേണ്ടി വെള്ളം കോരുകയും വിറക് വെട്ടുകയും ഏത് പ്രതിസന്ധിയിൽ കൂടെ നിൽക്കാനും നിന്ന ആളുകളെ അവഗണിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പുതിയ തിട്ടൂരപ്രകാരം ചില നീക്കങ്ങൾ നടത്തുമ്പോൾ പിണറായി വിജയനോടൊപ്പം മറുകണ്ഠ ചാടാൻ തയ്യാറായി നിൽക്കുന്ന പല സഖാക്കളെ പോലെ കോൺഗ്രസ്സുകാർ പെരുമാറുമ്പോൾ അവരെ തിരുത്തേണ്ടതുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും തിരുത്തുക തന്നെ ചെയ്യും. തനിക്കുണ്ടായിട്ടുള്ള മനോവ്യഥ ജിൻഡോ ജോൺ ഒരു പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നു. VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ദാമോദര മേനോൻ VD സതീശൻ എന്ന രീതിയിൽ അദ്ദേഹം തൻ്റെ അച്ഛൻ്റെ പേര് കൂടി ചേർത്ത് സത്യപ്രതിജ്ഞ വാചകം ചൊല്ലിയപ്പോൾ അതിൽ അനുചിതമായ ചില കാര്യങ്ങളുണ്ടെന്ന് പല ഭാഗത്തു നിന്നും പല വിമർശനങ്ങൾ ഉയർന്നു. ജിൻഡോ ജോണിൻ്റെയും ഒരു FB കുറിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ജിൻഡോ ജോണിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ ജിൻഡോ ജോൺ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. റിനി ആൻഡ് ജോർജ് എന്ന് പറഞ്ഞ ഒരു നടിയുമായി ബന്ധപ്പെട്ട് അവർ കഴിഞ്ഞ കുറേ കാലങ്ങളായി കോൺഗ്രസുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളിലും മാധ്യമങ്ങളിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പാലക്കാട് MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും അവർ ആദ്യ വെടിപൊട്ടിച്ചത് ഇവർ തന്നെയാണ്. പിന്നീട് അത് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാഴ്ത്തുകയും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിയിൽ നിന്നുള്ള തിരസ്കാരത്തിന് വരെ അത് വഴിതെളിച്ചതായി മനസ്സിലാക്കാൻ കാണിക്കും. ആ റിനോ ആൻഡ് ജോർജാണ് ഇപ്പോൾ VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേദിയിൽ സെൽഫി എടുക്കാനും മറ്റും വരുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ്, പിതൃസ്ഥാനത്താണ് എന്ന് പറഞ്ഞ് എത്തുമ്പോൾ ഇവർ തന്നെ പരസ്യമായി LDF നിലപാടുകളുമായി LDFൻ്റെ വേദിയിൽ പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളുമെല്ലാം ജിൻഡോ ജോണിൻ്റെ ഈ FB കുറിപ്പിൽ ഇടയിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കും. ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനായ TP നന്ദകുമാർ എന്ന അങ്ങേക്ക് കേരളത്തിലെ ഇത്തരത്തിലുള്ള പല ഗതിവിഗതികളും നേരിട്ട് കണ്ടിട്ടുള്ള ഒരാൾ 2018 ഉമ്മൻചാണ്ടി സർക്കാരിൽ ഉണ്ടായ പല പുഴുക്കുത്തുകളെയും നേരിട്ട് കാണുകയും അവരിൽ പ്രമുഖരായ പലരെയും അഭിമുഖം നടത്തുകയും സരിതയെ വരെ, സോളാർ സരിത എന്ന ആ ഒരു സ്ത്രീയെ വരെ അഭിമുഖം ചെയ്ത് അവർക്ക് പറയാനുള്ള കാര്യം വരെ സമൂഹത്തിന് മുന്നിൽ എത്തിച്ച വിവാദ നായികയെന്ന് വിളിപ്പേരുണ്ടായിരുന്നപ്പോഴും അവരെ വിളിച്ച് കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചറിയുകയും അത് പൊതുസമൂഹത്തോട് നമ്മുടെ മാധ്യമത്തിലൂടെ പങ്കുവെക്കുകയും യഥാതഥമായ വിവരങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിച്ച ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് സാറിനോട് ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കാനുള്ളത് എന്നുള്ള ചോദ്യമാണുള്ളത്.
അതായത് കഴിഞ്ഞ മെയ് 8 ആണല്ലേ നമ്മളെ ഇലക്ഷൻ കഴിഞ്ഞത്. അതെ. ആ ദിവസം എൻ്റെ ഓർമ്മ ശരിയാണ് തോന്നുന്നു. അപ്പോൾ ആ ദിവസം തന്നെ എനിക്ക് എൻ്റെ സുഹൃത്തായ മണി എന്ന് പറയുന്ന പറവൂരിലെ ഒരു വോട്ടർ, എൻ്റെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹം പകർത്തിയ വീഡിയോയാണ് റിനി ആർ ജോർജ് ടൈസൺ മാഷയുടെ LDFന് വേണ്ടി കൊട്ടിക്കലാശത്തോടൊപ്പം അവർ ഡാൻസ് കളിക്കുന്ന രംഗങ്ങളടക്കം എനിക്ക് പകർത്തി അയച്ചത്. അത് എനിക്ക് അന്ന് ഞാൻ പിന്നെ പബ്ലിഷ് ചെയ്തില്ല, വേറെ എന്തോ കാര്യത്തിൽ പെട്ടുപോയി, ഞാൻ മറന്നുപോയി. എനിക്കത് പബ്ലിഷ് ചെയ്യാവുന്ന നല്ലൊരു വീഡിയോ ആയിരുന്നു. മണി പിന്നീട് എന്നെ വിളിച്ച് വിഷമങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ സാഹചര്യങ്ങൾ ഒക്കെ മാറിയോട് കൂടിയിട്ട് പിന്നെ അതിൽ പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് പ്രസിദ്ധീകരിക്കാതെ നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ വീഡിയോ പലർക്കും അദ്ദേഹം അയച്ചു കൊടുക്കുകയും ഷാജൻ സ്കറിയയ്ക്ക് കിട്ടുകയും അദ്ദേഹം ഇന്നലെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള റിനി ആർ ജോർജ് എന്ന് പറയുന്ന ആരാണ്? ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ വേണ്ടി കൃത്യമായിട്ട് പരാതിയുമായിട്ട് വലിയ ഒച്ചപ്പാടുണ്ടാക്കി പത്രസമ്മേളനമൊക്കെ നടത്തിയ ഒരാളാണ്. അവരെക്കുറിച്ച് VD സതീശൻ പറഞ്ഞിട്ടുള്ള എൻ്റെ മകളെപ്പോലെ ആണെന്നാണ്. നമുക്കറിയാം, ദേശാഭിമാനി മുൻ എക്സിക്യൂട്ടീവ് എഡിറ്ററോ അസോസിയേറ്റ് എഡിറ്ററോ ആയിട്ടുള്ള ഒരാളുടെ മകളാണ് ഈ പറയുന്ന റിനി ആർ ജോർജ്. അവരൊരു CPM കാരിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും VD സതീശൻ ജാതി മതങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ പാർട്ടികൾക്കപ്പുറം എല്ലാവരെയും പറവൂർക്കാരിൽ എല്ലാവരെയും ഒരേപോലെ കൂടെ നിർത്തുന്ന ഒരാളാണ്. ഞാൻ ആ പ്രദേശത്ത് പല കാര്യങ്ങൾക്കും പോയപ്പോൾ പുനർജനി പദ്ധതിയിൽപ്പെട്ട വീട് വെച്ചു കൊടുത്ത 300ഓളം പേരുണ്ട്. അവർ പലരും VD സതീശനെ കാണുന്നത് ദൈവത്തെ പോലെയാണ്. അവർ പലരും മാർക്സിസ്റ്റ് പാർട്ടിക്കാരുണ്ട്, മറ്റു മതക്കാരുണ്ട്, മറ്റു രാഷ്ട്രീയക്കാരുണ്ട്, ഒക്കെയുണ്ട്. അവർക്കൊന്നും തന്നെ പ്രത്യേക വകഭേദമൊന്നുമില്ലാതെ അദ്ദേഹം അവരെ സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം അവരെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം, ഞാനുള്ളപ്പോൾ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് എന്ന് അമ്മാളുമ്മയോട് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ എല്ലാവരോടും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അതേ ഒരു ആശ്വാസമാണ് പറവുകാർക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാർ, ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ജാതി മതമോ അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളോട് മാത്രം ഇടപെടുക എന്ന രീതി ഒരിക്കലും അഭികാമ്യമല്ലല്ലോ. അല്ല, അദ്ദേഹം പല ആളുകൾ അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. പക്ഷേ VD സതീശൻ അങ്ങനെയാണ് എന്ന് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ കുട്ടിയുടെ അതുലിൻ്റെ ഒരു വീഡിയോ അടക്കം ഞാൻ പബ്ലിഷ്, സീമ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരിയായ ഒരു പെൺകുട്ടി ഒക്കെയാണ് വീട് വെച്ചു കൊടുത്തത്. അപ്പോൾ അവർ പോലും VD സതീശൻ്റെ ഒരു ഫാനാണ് ശരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് റിനി ആർ ജോർജിൻ്റെ രംഗപ്രവേശം എന്ന് പറയുന്നത്. ഈ റിനി ആർ ജോർജിനെ പറ്റി പഠിക്കുമ്പോൾ സീനാം എന്ന കുഞ്ഞമ്മ എന്ന് പറയുന്ന അടൂർക്കാരി, പിന്നീട് ഇപ്പം കോൺഗ്രസ്സിലായി, CPIയിലായിരുന്നു, പിന്നീട് കോൺഗ്രസ്സിലായി, CPIയുടെ പ്രവർത്തക സീന കുഞ്ഞമ്മ എന്നാണ് എൻ്റെ ഓർമ്മ, ശ്രീനാദേവി കുഞ്ഞമ്മ. അവർ പറഞ്ഞിട്ടുള്ള ഒരു ആരോപണം, രാത്രി കാലങ്ങളിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇവർ ചാറ്റ് ചെയ്യുമായിരുന്നു. അർദ്ധരാത്രിയൊക്കെ എന്തിനാണ് ചാറ്റ് ചെയ്യുന്നത്, അത് അത്ര ശരിയല്ലാത്ത ചാറ്റാണ് ചെയ്തത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള റിനി ആർ ജോർജ് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങനെയെങ്കിലും വലയിലാക്കുന്ന പലരുമായി ബന്ധമുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് കാണുകയും ചെയ്തു. പല പെൺകുട്ടികളും പരാതി കൊടുത്തു. കൃത്യമായി പറഞ്ഞാൽ അതൊന്നും നിയമപരമായി നിൽക്കുന്നതല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടൻ പല പെൺകുട്ടികൾക്കുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ ബോധ്യപ്പെട്ടുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടാൻ ഒരു MP മകളുമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നമായി വന്നതെന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നഷ്ടപ്പെടാൻ കാരണം ആദ്യം തുടങ്ങി വെച്ചത് റിനി ആർ ജോർജാണ്. അന്നും റിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തം നിലപാടുകൾ അവർ സേഫാക്കി. കാരണം എൻ്റെ വ്യക്തിപരമായി എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മോശമായി മറ്റൊരു തരത്തിലുള്ള ഒരു പെരുമാറ്റ രീതികൾ ഉണ്ടായിട്ടില്ല. എന്നാൽ മറ്റുള്ള ആർക്കെങ്കിലും ഇത്തരത്തിൽ മോശമായ പെരുമാറ്റ രീതികൾ രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കുറിപ്പിടുന്നതൊക്കെയാണ് അന്ന് റിനിയാൻ ജോൺ. പക്ഷേ റിനി ആർ ജോർജ് രാത്രി കാലങ്ങളിൽ പോലും അങ്ങോട്ട് കയറിയിട്ട് ധാരാളം ചാറ്റ് ചെയ്തതിൻ്റെ തെളിവുകളാണ് ശ്രീനാദേവി കുഞ്ഞമ്മ കൃത്യമായി പുറത്തുവിടുകയും അത് പരസ്യമായി വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തത്. അതിൽ റിനി ആർ ജോർജ് മിണ്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു വിവാദ നായികയാണ്. VD സതീശൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പം VD സതീശൻ തന്നെ എൻ്റെ മകളെ പോലെയാണെന്ന് പറഞ്ഞിട്ടുള്ള അവർ, പക്ഷേ ഇലക്ഷൻ സമയത്ത് അവർ പരസ്യമായിട്ട് CPIയുടെ ടൈസൺ മാഷ്ക്ക് വേണ്ടി പ്രചരണം നടത്തുന്നതും അതിൻ്റെ കൂട്ടത്തിൽ കൊട്ടിക്കലാശത്തിൽ കയറി ഡാൻസ് കളിക്കുന്നതുമായ വീഡിയോയാണ് ക്രൈമിന് ആദ്യം കിട്ടുന്നത്. ആ വീഡിയോ ആണ് നമ്മൾ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ജിൻഡോ ജോൺ ഈ പ്രസ്താവന ഇറക്കുന്നതിന് മുമ്പ് ഇന്നലെ
ഷാജൻ സ്കറിയ ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. നല്ലൊരു മുന്നറിയിപ്പാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം എന്തെങ്കിലും ദുരുദ്ദേശപരമായിട്ട് വി ഡി സതീഷിനോടോ അല്ലെങ്കിൽ റിനി ആർ ജോർജിനെ പറ്റിയിട്ടോ പറഞ്ഞിട്ടില്ല. അതിന് കാരണം എനിക്ക് നേരിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സരിത എസ് നായർ എന്ന് പറയുന്ന കുപ്രസിദ്ധിയായ ലേഡി വഴി അന്ന് വലിയ പിന്നെ സൗരോർജ പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് സോളാർ പദ്ധതി എന്നൊക്കെ പറഞ്ഞിട്ട് അധികാര കേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങുകയും അതുവഴി മന്ത്രിമാരെ അടക്കം വലയിൽ വീഴ്ത്തുകയും അവസാനം വൃദ്ധനായ ഒരു നീതിമാനായ ഏത് സമയത്തും ജനക്കൂട്ടത്തിനിടയിൽ മാത്രം നിന്നിട്ടുള്ള ഉമ്മൻചാണ്ടിക്കെതിരെ വാദനസുരതം നടത്തിയ അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് ക്ലിഫ് ഹൗസിൽ വെച്ച് നടത്തിയെന്ന് പറഞ്ഞിട്ട് വളരെ ഇല്ലാത്തൊരു കെട്ടിച്ചമച്ച കഥയുണ്ടാക്കുകയും അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വ്യാപകമായ രൂപത്തിൽ പ്രചരണം നടക്കുകയും അതിൻ്റെ പേരിലാണ് 2016 ഇലക്ഷൻ അദ്ദേഹം പരാജയപ്പെടാൻ കാരണം. അത് കേരളത്തിൽ മുഴുവൻ UDF തോൽക്കാൻ കാരണം. അങ്ങനെയുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ കേരളത്തിലുണ്ട് എന്ന് അദ്ദേഹം പറയുകയും അതോടൊപ്പം റിനി ആർ ജോർജിൻ്റെ നിലപാട് ശരിയല്ലായിരുന്നു എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് ഇലക്ഷനിൽ അവിടെ ചെന്നിട്ട് വി ഡി സതീശനെതിരെ പ്രവർത്തിക്കുകയും എന്നാൽ വി ഡി സതീശൻ്റെ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും അതിനാസ്പദമായിട്ട് ഒരു ദുരുദ്ദേശപരമായിട്ടുള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുകയും ചെയ്ത ശേഷം റിനി ആർ ജോർജിനെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അങ്ങനെ നല്ലതായി കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനാണെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കാം. കാരണം കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരാൾ അപ്പുറത്ത് പോയിട്ട് തലകുത്തനെ പ്രവർത്തിക്കുന്നു. എന്നിട്ട് രേവന്ത് റെഡ്ഡിയുടെ കൂടിയുള്ള ഒരു ഫോട്ടോ ഒക്കെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടേക്ക് എത്തിപ്പെടാനുള്ള സൗകര്യം എങ്ങനെ കിട്ടി എന്ന് ഉള്ളതാണ്. വളരെ സൂക്ഷിക്കണം എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഷാജൻ സ്കറിയ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ജിൻഡോ ജോൺ പറയുന്നതും അത് തന്നെയാണ്. അധികാര കേന്ദ്രങ്ങളിൽ നുഴഞ്ഞു കയറി ഇത്തരം കാര്യങ്ങൾ ചെയ്ത ശേഷം ഇവരാണ് ഇത്തരം സ്ത്രീകളാണ് ഇവരെ അങ്ങനെ ചെയ്തു എന്നല്ല പറയുന്നത്. ഇത്തരം സ്ത്രീകൾ ചെയ്ത അനുഭവമാണ് കൊണ്ടാണ് ഉമ്മൻചാണ്ടി നശിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ നാശം അദ്ദേഹം കൊന്നതിന് തുല്യമായിരുന്നു. പിന്നെ ശരി അദ്ദേഹത്തെ വേട്ടയാടുകയായിരുന്നു. പിന്നീട് അല്ല, അദ്ദേഹത്തിനുണ്ടായിരുന്ന അസുഖം കൂടുതൽ മൂർച്ഛിക്കാൻ ഇത്തരം ഒരു മനോവേദ കാരണമായി. പക്ഷെ അദ്ദേഹത്തിന്റെ ദൈവാധീനം കൊണ്ടോ ഭാഗ്യം കൊണ്ടോ എന്നറിയില്ല, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ആ കേസിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്നുള്ള കോടതി വിധി വന്ന് കണ്ടിട്ട് മരിക്കാനുള്ള ഒരു ഭാഗ്യം അദ്ദേഹം. ആ ഭാഗ്യം കൊണ്ട് എന്താ കാര്യം? അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെട്ടു, വേട്ടയാടപ്പെട്ടു, സമൂഹത്തിൽ മോശപ്പേരുണ്ടാക്കി, കുടുംബത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. എന്തിന് ചാണ്ടിയമ്മൻ്റെ കല്യാണം പോലും നടന്നില്ല എന്നുള്ളതാണ് സത്യം. ചാണ്ടിയമ്മൻ്റെ കല്യാണം ഇതാവാൻ കാരണം ഇതായിരുന്നു എന്ന് എനിക്കറിയാം. ഒരു പ്രമുഖനായ ഒരാളുടെ ബിസിനസ്സുകാരൻ്റെ മകളെയായിരുന്നു കല്യാണം കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അത് പിന്നീട് തള്ളപ്പെട്ടു ഈ പ്രശ്നം കൊണ്ട്. അതെനിക്ക് നേരിട്ട് അറിയാവുന്ന കാരണം ഉമ്മൻചാണ്ടി എന്നോട് ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ തന്നിരുന്നു. അപ്പോൾ അത് അന്വേഷിച്ച് ഞാൻ കൃത്യമായി കൊടുത്തിരുന്നു. ആ കുടുംബവുമായിട്ട് കുഴപ്പമില്ല, കുട്ടി കുഴപ്പമില്ല എന്നുള്ള റിപ്പോർട്ട് ഞാൻ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയാൻ കാരണം. ഞാനും ഉമ്മൻചാണ്ടിയും വളരെ അടുത്ത ബന്ധമായിരുന്നു. മരിക്കുന്നവരെ ഞാൻ നല്ല അടുത്ത ബന്ധമായിരുന്നു. ആലുവ വന്നപ്പോൾ അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ചാണ്ടിയമ്മനെ പരിചയപ്പെടുത്തുകയും കയ്യിൽ എന്നെ ഏൽപ്പിച്ച് ശ്രദ്ധിച്ചോളണം കേട്ടോ എന്ന് പറയുകയും ചെയ്തിരുന്നു. അത്രയും കരുതൽ മകനോടുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അപ്പോൾ ഇവിടെ വി ഡി സതീശൻ നമുക്ക് ഏറെ പ്രതീക്ഷയുള്ള, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. 2 ദിവസം കൊണ്ട് കേരളത്തെ തലകുത്തനെ മറച്ചു അദ്ദേഹം. ഭരണത്തിൽ വന്ന ശേഷം ആദ്യം ആശാ വർക്കർമാരുടെ പ്രശ്നവും രണ്ടാമത് സിൽവർ ലൈൻ പ്രശ്നത്തിൽ 10,000-കണക്കിന് ആളുകൾക്കെതിരെ ഉണ്ടായിരുന്ന കള്ളക്കേസുകളും മഞ്ഞക്കുറ്റികൾ എടുത്തെറിയുകയും അത് വിജ്ഞാപനം പ്രകടിപ്പിച്ച് അത് എടുത്ത് വലിച്ചെറിയുകയും ചെയ്തു. അത്ര തൻ്റെ അടുത്തോട് കൂടിയിട്ടാണ് ശരിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നത്. പക്ഷേ ഏതൊരാൾക്കും ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് കൃത്യമായിട്ട് ജിൻഡോ ജോൺ പറഞ്ഞത്. മാത്രമല്ല, കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് രാത്രി വരെ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്തുള്ള കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവർക്കൊന്നും ഇവിടെ കയറി പറ്റാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര സൗകര്യങ്ങളൊന്നും കിട്ടാത്ത സമയത്ത് ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയിട്ടുള്ള ഒരു ലേഡി വന്നിട്ട് അവസാനം അവർ മുന്നിൽ കയറി ഇത്തരം കാര്യങ്ങൾ അരങ്ങേറുമ്പോൾ അവരുടെ സമീപനം ശരിയാണോ, ദുരുദ്ദേശമാണോ, നല്ലതാണോ എന്ന് പഠിക്കേണ്ടതുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഈ വീഡിയോ. അത് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ അവർ കൃത്യമായി ടൈസൺ മാഷ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എന്നിട്ട് ഇപ്പുറത്ത് പറയുന്നത് എൻ്റെ MLA ആണ്, എൻ്റെ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല റിനി ആർ ജോർജിൻ്റെ ഈ നിലപാടുകളെല്ലാം. അതുകൊണ്ടാണ് സംശയാലുവായ കൃത്യമായ ഒരു മുന്നറിയിപ്പാണ് ജിൻഡോ ജോൺ നൽകിയിട്ടുള്ളത്. അതിൽ യാതൊരു പ്രശ്നവും നമ്മൾ കരുതേണ്ടതില്ല. വി ഡി സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തെറ്റ് പറ്റിയാൽ പോലും എന്നെ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വിവാദമാക്കേണ്ട കാര്യമില്ല. പക്ഷേ വി ഡി സതീശൻ ശ്രദ്ധിക്കണം.
കാരണം നമ്മളൊക്കെ ഉമ്മൻചാണ്ടി എത്രമാത്രം സ്നേഹിച്ചിരുന്നു. ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാൻ നമുക്ക് ആർക്കും കഴിഞ്ഞില്ല. അല്ല, അത്രത്തോളം സാത്വിക വിശുദ്ധി ഉണ്ടായിരുന്ന, സദാചാര വിശുദ്ധി ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയെ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിനെ പോലും കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പോലും പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ വി ഡി സതീശനെ പോലെ ചെറുപ്പക്കാരനായ സുമുഖനായ ഒരാളെക്കുറിച്ച് എന്ത് തന്നെ പറയാൻ പാടില്ല എന്നുള്ള ചില വാക്കുകളൊക്കെയാണ് ജിൻഡോ ജോണിൻ്റെ അല്ലെങ്കിൽ ഷാജൻ സ്കറിയ നടത്തിയ പരാമർശങ്ങളുടെ വരികൾക്കിടയിലൂടെ വായിക്കാൻ സാധിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അവർ പറഞ്ഞതല്ല. ഈ റിനിയാർ ജോർജ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ അത്തരം ചില ദുരുദ്ദേശങ്ങൾ ആ വാക്കുകളിൽ കൂടെ കയറി പറ്റാൻ ആർക്ക് വേണമെങ്കിലും കഴിയും. അത് സതീഷിന്റെ മേലേക്ക്, വി ഡി സതീഷിന്റെ മേലേക്ക് ചെളി പുരണ്ട, താൽക്കാലികമായി ചെളിയെ തെറിപ്പിക്കാനും കഴിയും. പിന്നെ ആ ചെളി കഴുകിക്കളയാൻ നമ്മൾ നടക്കണം. അതിൻ്റെ ആവശ്യമില്ല എന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ജിൻഡോ ജോൺ പറഞ്ഞിട്ടുള്ളത്, ഷാജൻ സ്കറിയ പറഞ്ഞിട്ടുള്ളത്. ഇവർ രണ്ടുപേരുടെ അഭിപ്രായത്തോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പാണ്. കാരണം നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, അതേപോലെ ഈ കേരളത്തിൻ്റെ കരുതലായി നിൽക്കുന്ന വി ഡി സതീശൻ തൻ്റെ ഇടത്തോടു കൂടി തലയുയർത്തി എല്ലാ കാലത്തും ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണം. അദ്ദേഹം ശക്തമായി ഭരിക്കണം. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ നീതി ലഭിക്കുമെന്ന് 2 ദിവസം കൊണ്ട് 2 തീരുമാനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഈ 2 മന്ത്രിസഭാ യോഗങ്ങളിലെ തീരുമാനം കൊണ്ട് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് വി ഡി സതീശന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അവതാരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം എന്നുള്ളതാണ് പറയാനുള്ളത്. സാർ ഒന്നുകൂടി ഒന്ന് ചേർത്ത് പറഞ്ഞോട്ടെ. കാരണം ഇതുപോലുള്ള നീതിമാന്മാരെ ഏതെങ്കിലും തരത്തിലൊക്കെ അപകീർത്തിപ്പെടുത്താൻ നടക്കുന്ന ആളുകൾക്ക് അവസാനം എന്താണ് വിധി എന്നുള്ളത് അവസാന കാലത്ത്, അതായത് അവസാന കാലം എന്ന് ഞാൻ പറയുന്നില്ല, ഈ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് സോളാർ സരിതയെ സാറ് ഒരു അഭിമുഖം എടുത്തിട്ടുണ്ടായിരുന്നു ഫോണിലൂടെ. അന്ന് അവരുടെ അവസ്ഥകളെക്കുറിച്ച് സാറിനോട് അവർ വളരെ വ്യക്തമായി പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അന്ന് കേട്ടതാണ്. അപ്പോൾ കാലം എല്ലാവർക്കും കൃത്യമായ ഒരു കാവ്യനീതി കൊടുക്കും. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. ഇത് തന്നെയാണ് ഇക്കാര്യം. അത് മാത്രമല്ല, എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തത് അഞ്ജു എന്ന് പറയുന്ന ഒരു SC/ST പെൺകുട്ടി. അവരുടെ ഓഫീസിൽ ഏറ്റവും മര്യാദയോട് കൂടിയിട്ടാണ് ഞാൻ അവസാനം വരെ പെരുമാറിയിട്ടുള്ളത്. അവർ തന്നെ കോടതിയിൽ ഹാജരാക്കിയ രേഖ പ്രകാരം അവരെക്കുറിച്ച് ഞാൻ നല്ലത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് എന്നുണ്ട് ഹൈക്കോടതി കൊണ്ട് രേഖ ഹാജരാക്കിയിരുന്നു. അതേപോലെ അവർ തന്നെ എൻ്റെ ഓഫീസിലുള്ള സ്റ്റാഫുമായി സംസാരിച്ച റെക്കോർഡും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പക്ഷേ വീണ ജോർജിൻ്റെ കൊട്ടേഷൻ പ്രകാരം അവർ ഓഫീസിൽ കയറുകയും അവർ എനിക്കെതിരെ കള്ളപ്പരാതി കൊടുക്കുകയും ഹൈക്കോടതി എന്നെപ്പറ്റി പറഞ്ഞത് എനിക്കെതിരെ യാതൊരു തെളിവുമില്ല എന്നാണ്. പക്ഷേ 34 ദിവസം എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒരു പെൺകുട്ടി വിചാരിച്ചാൽ, ഒരു SC/ST പെൺകുട്ടി വിചാരിച്ചാൽ താൽക്കാലം ബുദ്ധിമുട്ടിക്കാൻ കഴിയും. അല്ലെങ്കിൽ പിണറായി വിജയനെ പോലുള്ള ഭരണാധികാരി ഉള്ളപ്പോൾ അവർ വേറെ മുന്നോട്ടും നോക്കിയ യാതൊരു അന്വേഷണം നടത്തില്ല. അന്നത്തെ ACP ആയിരുന്ന ജയകുമാർ എന്ന് പറയുന്ന തനി തെണ്ടിയായ ഒരു ACP ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അദ്ദേഹം പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറയാൻ പ്രകാരം ഒരു അന്വേഷണം നടത്താൻ രാത്രി പുലർച്ചയ്ക്ക് എന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഞാൻ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആൾക്ക് മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞതോടുകൂടി അധികാര സ്ഥാനങ്ങളിൽ നിന്നുള്ള ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും അന്വേഷിക്കണ്ടല്ലോ. കള്ളക്കേസിൽ കൊടുക്കുകയും എന്നെ താൽക്കാലികമായി ബുദ്ധിമുട്ടിക്കാൻ കഴിഞ്ഞു. അതിനെതിരെ തിരിച്ചുള്ള കേസ് വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇവരെല്ലാവരും കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതൊക്കെയുള്ള അനുഭവമുള്ള എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ വീണ ജോർജിൻ്റെ ഒരു കള്ളപ്പരാതി, ഇതൊക്കെ കള്ളപ്പരാതി വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. ഭരണത്തിലിരുന്ന ഉമ്മൻചാണ്ടിയാണ് വീഴ്ത്തിയത്. അതേപോലെ ഭരണത്തിലിരിക്കുന്ന വി ഡി സതീശനെ തുടക്കത്തിൽ തന്നെ നാറ്റിക്കാൻ ഇത്തരം ആളുകളെ കൊണ്ട് കഴിയും. ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്നുള്ളൊരു ചൊല്ല് ഇവിടെ അന്വർത്ഥമാണ്. അത് വി ഡി സതീശൻ ശ്രദ്ധിക്കട്ടെ എന്ന് പറയും.